ആദ്യമായിട്ട് ഹിന്ദുത്വം ഇവിടെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നിയത് ശിവസേന ബോംബെയിൽ അധികാരം പിടിച്ചപ്പോഴാണ്. ബോംബെയുടെ പേര് മുംബൈ എന്നാക്കി മാറ്റിയപ്പോഴാണ്. ഹിഗുറ്റ കണ്ടപ്പോൾ എനിക്ക് NS മാധവൻ എന്നുള്ള പേര് അന്നേരം പരിചയമേ ഇല്ല. ആ ഹിഗുറ്റ എന്ന് പറയുന്ന കഥ വായിക്കുന്നു. അത് വായിച്ച നിമിഷം എനിക്ക് മനസ്സിലാകുന്നു മലയാള കഥ മാറുകയാണ് എന്നെനിക്ക് മനസ്സിലാകുന്നു. കേരളത്തില് ജീവിച്ചതിന് ശേഷമാണ് ഹിഗുറ്റ ഉണ്ടാകുന്നത്. അത് തന്നെ വളരെ ഒരു രീതിയിലുള്ള ആത്മവിശ്വാസമില്ലാതെ എഴുതിയ കഥയാണ്. മീശ എടുക്കുകയാണെങ്കിൽ മീശ സംഭവ ബഹുലമായ ഒരു കഥയാണ്. സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായ സംഭവങ്ങൾ. ഈ സോവിയറ്റ് യൂണിയന്റെ തകർച്ച, അല്ല സോവിയറ്റ് ബ്ലോക്കിന്റെ വീഴ്ചയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിക്കാത്തൊരു കാര്യം എന്തായിരുന്നു വെച്ചാൽ അത് കേരളത്തിലെ പഴയ തലമുറയിലെ സഖാക്കളുടെ ഉള്ളിലുണ്ടാക്കിയ ആഘാതമാണ്. ടെലിവിഷൻ ഇല്ലായിരുന്നെങ്കിൽ സഖാക്കൾ, അന്നത്തെ പഴയ സഖാക്കൾ പറഞ്ഞത് ഇത് മുഴുവൻ അമേരിക്കൻ നുണയാണെന്നാണ്, സോവിയറ്റ് യൂണിയൻ തകർത്തുണ്ടാവില്ല എന്നാണ്. സിനിമ കാശീരമുള്ളൊരു പരിപാടിയാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭാഷ സംസാരിക്കുകയാണെങ്കിൽ ഇതിന് കാണികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് MD പിന്തിരിപ്പിച്ച ആളുകളുണ്ടെന്ന് MD തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നീട് MD കഥാപാത്രങ്ങളെ കുറിച്ച് വിവരിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്കാണ് വായനക്കാരൻ പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തെ ഇത്രയും ജനപ്രിയനാക്കിയത്. ഇന്റർനെറ്റും ട്രോളുകളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളൊരു പോയിന്റ് സ്ഥാപിക്കാൻ വേണ്ടി എപ്പോഴും ഉപയോഗിച്ചിരുന്ന ഒരു കവിതാശകലോ മറ്റോ ആണ്. ഇന്ന് ഉപയോഗിക്കുന്ന സിനിമയുടെ ഡയലോഗാണ്. ഇത്തരം ഒരു സംവാദത്തിന് വേദിയൊരുക്കിയ കേരള നിയമസഭയ്ക്ക് ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയതിനും വളരെയധികം നന്ദി. എനിക്ക് ഹരീഷിനോട് ആദ്യം പറയാനുള്ളത് വലിയ നന്ദിയാണ്. കാരണം ഈ പുതുവർഷം പിറന്നപ്പോൾ തന്നെ നല്ലൊരു വായനാനുഭവം. ഹരീഷിൻ്റെ പുതിയ നോവൽ പട്ടുനൂൽപ്പുഴു മലയാളികൾക്ക് സമ്മാനിച്ചു. അപ്പം അതിൻ്റെ അഭിനന്ദനങ്ങളാണ് ആദ്യമായിട്ട് പറയേണ്ടത്. ഇന്നത്തെ വിഷയം ലോകവും എഴുത്തും മാറിയ നാളുകളെന്നാണ്. എഴുത്ത് കാലാകാലങ്ങളിലായിട്ട് സാങ്കേതിക വിദ്യയ്ക്ക് ഒപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പം അതിനെക്കുറിച്ച് മാർഷൽ മക്ലൂഹൻ, വലിയ കനേഡിയൻ മാധ്യമ ചിന്തകനാണ്, അദ്ദേഹം പറയുന്നുണ്ട് അച്ചടി കണ്ടെത്തിയ നാളുകളിൽ ഒരു ഏതാണ്ട് 10 നൂറ്റാണ്ടുകാല അച്ചടിയുടെ പിടിയിലായിരുന്നു ലോകം. ആ കാലഘട്ടത്തിൽ ആളുകളുടെ ചിന്താഗതി രേഖീയമായി തുടങ്ങിയെന്ന്. അവർ ലീനിയറായി, കാരണം അച്ചു നിരത്തുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന പോലെ രേഖീയമായിട്ട് ഇടത്തുനിന്ന് വലത്തോട്ടോ തിരിച്ചോ ഉള്ള രേഖീയമായ ചിന്താഗതിയായി മാറിയെന്നും, തുടർന്ന് ടെലിവിഷനും മറ്റു മാധ്യമങ്ങളുമൊക്കെ വരുമ്പോൾ മാധ്യമങ്ങൾ നമ്മളെ തഴുകാൻ തുടങ്ങിയെന്ന്. മീഡിയം ഈസ് ദ മസാജ് എന്നാണ് മക്ലൂഹൻ പറയുന്നത്. ഇന്നത്തെ ഈ ഇൻ്റർനെറ്റ് കാലഘട്ടത്തിൽ എനിക്ക് ഹരീഷിനോട് പറയാനുള്ള അതാണ്. മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ ഉദാഹരണമാണ് ഹരീഷിൻ്റെ പുതിയ നോവൽ പട്ടുനൂൽപ്പുഴു. ഇന്നത്തെ എഴുത്ത് പലപ്പോഴും പല ജാലകങ്ങൾ തുറന്നിടുന്നു. അതായത് ഇൻ്റർനെറ്റ് പോലെ പല ഹൈപ്പർ ലിങ്കുകൾ സ്പർശിക്കാതെ തന്നെ, അത് പ്രത്യേകമായിട്ട് എടുത്തു പറയാതെ തന്നെ നമ്മളെ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് സംസാരിക്കണം. അതിന് ഞാൻ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം ഈ പട്ടുനൂൽപ്പുഴുവാണ്. കാരണം അതിലെ മുഖ്യ കഥാപാത്രത്തിൻ്റെ പേര് തുറന്നിടുന്ന, സാംസ എന്ന പേര് തുറന്നിടുന്ന ഹൈപ്പർ ലിങ്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാ ഗ്രെഗറീസ് സാംസ എന്ന. ആ തുറന്നിടുന്ന ഹൈപ്പർ ലിങ്കുകൾ
ആധുനിക കാലത്തെ എഴുത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഹരീഷിനെ കുറിച്ചുള്ള വിചാരങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കിത് ആരംഭിക്കാം. പ്രിയപ്പെട്ടവരെ, മാധവ സാറ് പറഞ്ഞ പോലെ തന്നെ എന്നെ ഇവിടെ വിളിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ആദ്യം നന്ദി പറയുന്നു. ഞാൻ സത്യത്തിൽ തയ്യാറെടുത്ത് വന്ന സാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ള കണക്കൂട്ടലാണ്. ആ തരത്തിൽ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞാൻ മാറിയ കാലം എന്ന് ഇതിൻ്റെ ടൈറ്റിൽ വന്നപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഒരു മാറിയ കാലം ഉണ്ടായിരുന്നു. അത് ഈ നോവലിലെ പോലെ തന്നെ 14 വയസ്സുള്ളപ്പോൾ ഉള്ളൊരു കാലമായിരുന്നു. 90കളുടെ തുടക്കം എന്ന് പറയുന്ന കാലമുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിലും ജീവിതത്തിലും ഉണ്ടായി. അപ്പോൾ അന്നത്തെ ആ 14 വയസ്സുകാരന് അവന് ചുറ്റുമുണ്ടായ പ്രധാന മാറ്റങ്ങൾ പലതുണ്ടായിരുന്നു. അതിലൊന്ന് നമ്മുടെ സോവിയറ്റ് ബ്ലോക്കിൻ്റെ ഒരു വലിയ തകർച്ചയായിരുന്നു. അതുവരെ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു വലിയ കാര്യം നമ്മുടെ മുന്നിൽ തകർന്നടിച്ച് വീഴുന്നു. മറ്റൊന്ന് മണ്ടർ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് ഹിന്ദുത്വ ശക്തികളുടെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ സമയത്ത് എഴുത്തിലുണ്ടായ ഒരു വലിയ മാറ്റം ഞാൻ കണ്ടത്, ഞാനപ്പോൾ ഗൗരവമുള്ള എഴുത്ത് വായിച്ചു തുടങ്ങിയെന്ന് പറയാറായിട്ടില്ല, കുറച്ചൊക്കെ വായിക്കുന്നു, കഥകളൊക്കെ വായിക്കുന്നു. ആ സമയത്താണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഹിഗ്ഗുറ്റ എന്ന് പറയുന്ന കഥ വരുന്നത്. ഹിഗ്ഗുറ്റ ഞാൻ സാധാരണ ചെറുകഥ അന്നേരം അത്രയും പെട്ടെന്ന് വായിക്കുന്ന ആളല്ല. എങ്കിലും ഹിഗ്ഗുറ്റ കണ്ടപ്പോൾ എനിക്ക് NS മാധവൻ എന്നുള്ള പേര് അന്നേരം പരിചയമേ ഇല്ല. ഞാൻ പക്ഷേ ആ ഹിഗ്ഗുറ്റ എന്ന് പറയുന്ന കഥ വായിക്കുന്നു. അത് വായിച്ച നിമിഷം എനിക്ക് മനസ്സിലാകുന്നു മലയാള കഥ മാറുകയാണ് എന്നെനിക്ക് മനസ്സിലാകുന്നു. മാധവ സാറിന് അത് അത്ര പ്രിയപ്പെട്ട കഥയല്ലെന്ന് മാധവ സാറ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ തലമുറയെ സംബന്ധിച്ച് അത് വളരെ പ്രിയപ്പെട്ട കഥയാണ്. കഴിഞ്ഞ ദിവസം ഈ സന്തോഷ് കുമാറുമായിട്ടുള്ള ഒരു സംസാരത്തിനിടെ ഞങ്ങളിങ്ങനെ കാഷ്വൽ ടോക്കിനിടെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്കറിയുന്ന NS മാധവൻ എന്ന് പറഞ്ഞാൽ ഹിഗ്ഗുറ്റ എഴുതിയ NS മാധവനാണ്. അതിനുശേഷം ഉണ്ടായ NS മാധവനാണ്. അതിന് മുൻപത്തെ NS മാധവൻ ഞങ്ങളുടെ തലമുറ പിന്നെ വായനയിലൂടെ പരിചയപ്പെട്ട NS മാധവനാണ്. അതിനുശേഷം ചുളൈമേട്ടിലെ ശവങ്ങളിലേക്കൊക്കെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ എഴുത്തിൽ വലിയൊരു വ്യത്യാസം സാറിൻ്റെ എഴുത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന്, ഭാഷയുടെ ഉപയോഗത്തിലുള്ള വലിയ വ്യത്യാസം ഹിഗ്ഗുറ്റയിലേക്ക് വരുമ്പോഴുണ്ട്. ആഖ്യാനത്തിലുള്ള വ്യത്യാസമുണ്ട്. അതോടൊപ്പം ഒരു ഹ്യൂമറിൻ്റെ ഒരു ഉപയോഗം, ഫലപ്രദമായ ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റം എങ്ങനെയാണ് സാറിൻ്റെ എഴുത്ത് ജീവിതത്തിൽ ഉണ്ടായത്? അതിനിടയാക്കിയ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് ഞാൻ എഴുതി തുടങ്ങുന്ന കാലത്ത് മലയാള സാഹിത്യത്തിൽ ചെറുകഥയുടെ വസന്തകാലമായിരുന്നു ശരിക്കും. ഒരാഴ്ചത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഓരോ പുതിയ എഴുത്തുകാരെ കൊണ്ടുവരുന്നു. ഒരാഴ്ച മാധവിക്കുട്ടിയാണെങ്കിൽ അടുത്ത ആഴ്ച MB നാരായണപിള്ള, അതിൻ്റെ അടുത്ത ആഴ്ച ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ സക്കറിയ ഉണ്ണി എന്ന കുട്ടിയുമായി എന്ന് ഞെട്ടിപ്പിക്കുന്നൊരു കഥയായിട്ട് വരുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് ചെറുകഥ വികസിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിലാണ് എൻ്റെ സംവേദനശീലങ്ങളെല്ലാം രൂപം കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ ആധുനികതയുടെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. ആധുനികതയും അതിൻ്റെ അപ്പുറമുള്ള അത്യാധുനികതയും. അപ്പം അതിന് വായനക്കാരനെ തികച്ചും അല്ലെങ്കിൽ നിരൂപകനെ തികച്ചും അവഗണിച്ചുകൊണ്ടുള്ള ഒരു കാര്യമായിരിക്കണം സർഗാത്മക പ്രക്രിയ എന്ന് 70കളിലെല്ലാം ചിത്രകലയിലും അല്ലെങ്കിൽ സംഗീതത്തിലും മറ്റുമുള്ള വിശ്വാസം സാഹിത്യത്തിലും ഉണ്ടായിരുന്നു. കാരണം എപ്പോഴെങ്കിലും വായനക്കാരനോ നിരൂപകനോ ഇവൻ വിപണിക്കോ ഒന്ന് നമ്മൾ ഒത്തുതീർപ്പ് നടത്തുകയാണെങ്കിൽ അത് സർഗാത്മക പ്രക്രിയയെ വല്ലാതെ ബാധിക്കുന്നുള്ള ഇത്തരത്തിലുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ആദ്യത്തെ സെറ്റ് ഓഫ് കഥകൾ വരുന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങൾ, ഉദ്യോഗം കിട്ടി, മലയാള ഭാഷയുമായിട്ട് ബന്ധമില്ലാതെയായി 10 വർഷം കേരളത്തിന് പുറത്തായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ഈ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും ഒരു STD അതും ബുക്ക് ചെയ്ത് കാത്തിരുന്ന് കുറേ നേരത്തിനായിട്ടും കിട്ടുന്ന ഒരു കാര്യമായിരുന്നു ഇത്. അങ്ങനെ ഒരു പത്രം പോലും കിട്ടാത്ത സ്ഥലത്ത്, മലയാളം വായിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത്
ജീവിച്ചപ്പോൾ വായന ഏതാണ്ട് പരിപൂർണമായിട്ട് ഇംഗ്ലീഷിലേക്ക് മാറി. വല്ലപ്പോഴും നാട്ടിൽ വന്നു പോകുമ്പോൾ NBSലോ മറ്റോ പോയി പിക്കപ്പ് ചെയ്യുന്ന കുറച്ച് പുസ്തകങ്ങളല്ല മലയാള ഭാഷയിലോ സാഹിത്യത്തിലോ ഉള്ള താല്പര്യമില്ലാതെ അവസാനം ഭാഷ തന്നെ നഷ്ടപ്പെട്ടു പോയൊരു സമയത്താണ്. ഭാഷ ശരിക്കും നഷ്ടപ്പെട്ടു പോയൊരു സമയത്താണ്. കാരണം ഇതോടൊപ്പം തന്നെ സമാന്തരമായിട്ടുള്ള വേറൊരു ഇന്ത്യൻ ഭാഷ എനിക്ക് എഴുതേണ്ടിയും വായിക്കേണ്ടതുമായിട്ട് വന്നു, ഹിന്ദി. അപ്പോൾ ഹിന്ദിയും മലയാളത്തിലുമായിട്ടുള്ള പല പദങ്ങളും സമാനമാണെങ്കിലും അതിൻ്റെ അർത്ഥം നേരെ വിപരീതമാണ്. ഇപ്പോൾ വളരെ നല്ലൊരു ഉദാഹരണം ഉപന്യാസം എന്ന വാക്കാണ്. ഉപന്യാസം എന്ന വാക്ക് മലയാളത്തിലെ അർത്ഥം എസ്സേ എന്നാണ്. പക്ഷെ ഹിന്ദിയുടെ അർത്ഥം നോവൽ എന്നാണ്. ഇത്തരത്തിൽ വലിയ വ്യത്യാസം. അതുപോലെ നീതി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം ജസ്റ്റിസ് എന്നാണ്. ഹിന്ദിയിൽ പോളിസി എന്നാണ്. നീതി ആയോഗ് എന്ന കഥാപാത്രം. ഒരു വലിയ ലിംഗ്വിസ്റ്റിക് കൺഫ്യൂഷൻ കൂടി കടന്നു പോകുന്നൊരു സമയത്താണ് കേരളത്തിൽ വന്നത്. ആ സമയത്തൊക്കെ ഞാൻ എഴുതിയ മലയാളം ഈ രണ്ട് ഭാഷകളുടെയും കൺഫ്യൂഷനിൽപ്പെട്ട് വളരെയധികം ദുർഗ്രാഹ്യവുമായിരുന്നു. ആളുകൾക്ക് പലർക്കും അത്ഭുതം തന്നെ തോന്നിയിരുന്നു. ഇത് ഒരു 10-15 വർഷം മുമ്പ് ചെറിയതാ മത്സരത്തിൽ 1ാം സമ്മാനമൊക്കെ നേടിയ ആൾക്ക് മലയാളം ശരിക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ല. പിന്നെ ഒരു വർഷത്തിന് ശേഷം കേരളത്തിൽ ജീവിച്ചതിന് ശേഷമാണ് ഈ ഇഗ്ഗിറ്റ് ഉണ്ടാകുന്നത്. അത് തന്നെ വളരെ ഒരു രീതിയിലുള്ള ആത്മവിശ്വാസമില്ലാതെ എഴുതിയ കഥയാണ്. കാരണം ഹരീഷ് സൂചിപ്പിച്ച പോലെ ശൈലി പൂർണ്ണമായിട്ട് മാറി എന്നറിയാം. ഭാഷ മാറി, സാഹിത്യത്തിനുള്ള ആറ്റിറ്റ്യൂഡ് മാറി, സാഹിത്യകാരന്മാരെ സുഹൃത്തുക്കളില്ല. ഇത് വായിക്കാനുള്ളൊരു വായനാ സമൂഹം, ഒരു ചെറിയ വായനാ സമൂഹത്തിൽ കൂടി നമ്മളെല്ലാവരും കടന്നു പോകാറുണ്ട്. അതുപോലും നഷ്ടപ്പെട്ടൊരു കാലമാണ്. എന്നിട്ടാണ് അവസാനം വളരെ ഡിഫിഡൻ്റായിട്ട് ഒട്ടും ആത്മവിശ്വാസമില്ലാതെ എനിക്കത് MD വാസുദേവൻ നായർക്ക് അയച്ചു കൊടുക്കുക. അദ്ദേഹം അന്നൊക്കെ പത്രം അച്ചടിച്ചിരുന്നത് അച്ചുനിരത്തി ഫോറമായിട്ടാണ്. ആ ആഴ്ചത്തെ മാതൃഭൂമിയുടെ ഫോറം പൊട്ടിച്ചിട്ട് ഈ കഥ കയറ്റുകയുണ്ടായി. പിന്നെ ഈ കഥ കിട്ടിയ അംഗീകാരം ആണ് തുറന്നുണ്ടായ കഥകളെ എൻ്റെ ശൈലിയും രൂപപ്പെടുത്താൻ സഹായിച്ചത്. ഞാൻ ഹരീഷിൻ്റെ ഒരു വലിയ വായനക്കാരൻ എന്ന നിലയിൽ ഇത്തരത്തിൽ മാറ്റം ഹരീഷിനിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മീശ എടുക്കുകയാണെങ്കിൽ മീശ വളരെ എന്താ പറയണ്ടേ, സംഭവ ബഹുലമായൊരു കഥയാണ്. സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായ സംഭവങ്ങളും അതിൻ്റെ അനുരണനങ്ങളുമാണ്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 17 ചരിത്രമാണ്. തിരുവിതാംകൂറിൻ്റെ ചരിത്ര പ്രയാണങ്ങളാണ്. അതിൽ വലിയ വ്യത്യാസം വരുന്നത്. ഈ പുതിയ നോവലിൽ പട്ടുനൂൽപ്പുഴുവിലെത്തുമ്പോൾ ഒരു 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 അതിൽ പ്രാധാന്യ അന്തർമുഖത, ഒരു ഉള്ളിലേക്കുള്ള ചെറിയൊരു ഉൾവലിവ്. ഇത് കാരണം നമ്മൾ ഒരിക്കൽ എഴുതി വിജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ സാധാരണ അതേ ഈ സിനിമയ്ക്കൊക്കെ പറ്റുന്നു അതേ ഫോർമുല തുടരാനുള്ള ഒരു പ്രവണത സിനിമക്കാർക്ക് എന്ന പോലെ എഴുത്തുകാർക്കുണ്ട്. പക്ഷെ ഹരീഷിൻ്റെ കാര്യത്തിൽ 3 വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നാണ് ഈ 3 നോവലുകളും അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പുറകിലൊരു ബോധപൂർവമായ ചിന്തയുണ്ടായിരുന്നോ അതോ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്? ഇത് മുമ്പേ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എഴുത്തിനെ മാറ്റുന്നത് വായനയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ മീശ ഇടുന്ന സമയത്തെ വായനയല്ല എൻ്റെ ഇപ്പോഴത്തെ വായന. കുറേ സമയം നമ്മളെ മാറ്റും. ഒരു നോവൽ എഴുതുന്ന കാലയളവ് തന്നെ നമ്മളെ മാറ്റും. 2-3 വർഷം തന്നെ നമ്മളെ മാറ്റുന്നുണ്ട്. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ മാറും, നമ്മൾ കാണുന്ന ലോകം മാറും. അതുപോലെ തന്നെ ഈ കാര്യത്തിലും മാറിയിട്ടുണ്ട്. എൻ്റെ ഭാഷ പിന്നെ പ്രമേയം അനുസരിച്ച് ഭാഷ മാറുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പ്രമേയമാണ് ഭാഷ തീരുമാനിക്കുന്നത് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരുടെ കാര്യത്തിലും അത് ശരിയാകണമെന്നില്ല. ഉദാഹരണത്തിന് കെ സുരേന്ദ്രൻ ഗുരുവിൻ്റെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊരു നോവൽ എഴുതിയതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു. അത് വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് അദ്ദേഹം
അദ്ദേഹം എഴുതിയ കാലത്തെ പുതിയ പദങ്ങളൊന്നും എഴുതാതെ പുറകോട്ട് പോയി ഗുരുവിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു ചില പദങ്ങൾ, അത് ബോധപൂർവമല്ലെന്ന് നമുക്ക് മനസ്സിലാകും. പ്രമേയം ഭാഷയെ തീരുമാനിക്കുന്ന ഒരു കാര്യമായിരുന്നു അതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ എൻ്റെ ഒരു ജീവിതത്തിൽ അന്തർമുഖത്വം നല്ലപോലെ ഉള്ള ആളാണ് ഞാൻ. കുറച്ച് അഭിനയത്തിൽ കൂടി അതൊക്കെ മാറ്റിയെടുത്തതാണ്. യഥാർത്ഥത്തിൽ അന്തർമുഖനായ മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും സത്യസന്ധമായിട്ട് എഴുത്തിലോട്ട് വന്നതാണ്. കുറച്ച് ആത്മകഥാപരമായ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അങ്ങനെയാണ് അതിലോട്ട് വന്നത്. നമ്മൾ സാർ എം ഡിയെക്കുറിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്. അത് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. സാറിൻ്റെ യൗവനകാലത്താണ് എം ഡിയുടെ കൃതികൾ ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നത്, മഞ്ഞ് പുറത്തു വരുന്നത്. കാലം സാർ തീരെ ചെറുതാണ് സമയത്താണ് വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ തലമുറ, അതായത് ടി ആർ ഉൾപ്പെടെ നിങ്ങളൊരു സൗഹൃദ വലയം ഉണ്ടായിരുന്നു. നിങ്ങൾ എഴുത്തിനെ വേറെ രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. എം ഡി കാണുന്നതിന് വ്യത്യസ്തമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ്. നിങ്ങൾ പലപ്പോഴും ചില വാക്കുകൾ ഉപയോഗിക്കില്ല എന്ന് പോലും തീരുമാനിച്ചിരുന്ന മനുഷ്യരാണ്. എങ്ങനെയാണ് നിങ്ങൾ എം ഡി അന്ന് കണ്ടുകൊണ്ടിരുന്നത്? ടി ആർ ഉൾപ്പെടെയുള്ള എൻ എസ് മാധവൻ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് എം ഡിയെ കണ്ടിരുന്നത് എന്നൊന്ന് പറയാമോ? ഒരു വായനക്കാരനെന്ന നിലയിൽ നമ്മളൊക്കെ വായിച്ചു തുടങ്ങിയിരുന്ന കാലഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള വായനക്കാരുണ്ടായിരുന്നു. ഒന്ന് സാഹിത്യം വായിക്കുന്നവർ, ഇന്നത്തെ പോലെയല്ല, ഇന്ന് എല്ലാവരും മുഖ്യധാര വായനക്കാരാണ്. സാഹിത്യകൃതികളും വായിക്കുന്നവരുണ്ടായിരുന്നു. പിന്നെ ജനപ്രിയ നോവലുകൾ എന്ന് പറഞ്ഞിട്ട് മുട്ടത്ത് വർക്കി, കാനമി ജെ തുടങ്ങി വലിയ പ്രിൻസ് തിരുവാങ്കുളം വരെ നീണ്ടു കിടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു വായനക്കാരുടെ വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് സമൂഹത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് ആകർഷിക്കാൻ ആദ്യമായി സഹായിച്ച എഴുത്തുകാരൻ എം ഡി ആണെന്ന് ഞങ്ങളുടെ തലമുറ അംഗീകരിച്ചിരുന്നു. പക്ഷെ എം ഡിയുടെ എഴുത്തിൽ അടരുകൾ കുറവാണെന്നും അത് അരവിന്ദൻ്റെ രാമു ഒരിടത്ത് പറയുന്നുണ്ട്. വലിയ എഴുത്തുകാരനായിട്ട് അവർ ചൂണ്ടിക്കഴിയുന്നത് സോമർസെറ്റ് മോമിനെയാണ്. സോമർസെറ്റ് മോം, പോൾ കൗല എന്ന് പറയും. അടരുകൾ കുറവും ജനപ്രിയവുമായിട്ടുള്ള ഒരു എഴുത്തുകാരനായിട്ടാണ് ഞങ്ങളുടെ തലമുറ. എം ഡി മാത്രമല്ല, വേറെ ഒന്ന് രണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രസിദ്ധരായ എഴുത്തുകാരെയും കണ്ടിരുന്നത്. നമ്മൾ വിമർശിക്കാനൊന്നും പോയിരുന്നില്ല. ഇവർ വ്യക്തികളെന്ന നിലയിൽ, പത്രാധിപർ എന്ന നിലയിൽ വലിയ കാര്യങ്ങൾ ഭാഷയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ എഴുത്തിൽ ഇവർ ചെലുത്തിയ സ്വാധീനം, എക്സെപ്റ്റ് പ്രാദേശിക ഭാഷ ഉപയോഗിക്കാൻ വേണ്ടി അതിൽ എം ഡിയുടെ സംഭാവന വളരെ വലുതാണെന്ന് കരുതുന്നതാണ്. കാരണം പ്രാദേശിക ഭാഷയുടെ ഒരു പ്രധാന പ്രശ്നം അതിനൊരു യൂണിവേഴ്സൽ, അതിന് സർവലൗകികമായിട്ടുള്ള വായനക്കാരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എം ഡി വരെയുള്ള, ഇപ്പോൾ 1950 മുമ്പുള്ള മലയാളം നോവലിൽ എല്ലാം ഒരുമാതിരി അച്ചടി ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ്. 50കളുടെ ആദ്യത്തെ അർത്ഥത്തിൽ വന്ന 3 നോവലുകളാണ് ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ ഇത് പിൽക്കാലത്ത് സ്വാധീനം ചെലുത്തിയിട്ടുള്ളൂ. ഒന്ന് എം ഡിയുടെ തന്നെ നാലുകെട്ട്, ഉറൂബിൻ്റെ ഉമ്മാച്ചു, തകഴിയുടെ ചെമ്മീനാണ് ഏറ്റവും ഇത് ജനപ്രിയ സാഹിത്യവുമായിട്ടുള്ള പാലം പണിതയിൽ ഈ 3 നോവലുകൾക്കും പിന്നെ ആ കാലത്തുണ്ടായ പല കൃതികൾക്കും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇതിൽ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നതിന് എം ഡിയെ പിന്തിരിപ്പിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. കാരണം എം ഡി സിനിമാക്കാരൻ കൂടിയാണ്. സിനിമ കാശിരവുള്ളൊരു പരിപാടിയാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭാഷ സംസാരിക്കുകയാണെങ്കിൽ ഇതിന് കാണികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എം ഡിയെ പിന്തിരിപ്പിച്ച ആളുകളുണ്ടെന്ന് എം ഡി തന്നെ എഴുതിയിട്ടുണ്ട് പിന്നീട്. എന്നാൽ എം ഡി അതിൽ ശാഠ്യം പിടിക്കുക, തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് മലയാള സിനിമയുടെ ഒരു വലിയ ശക്തി ഈ ലോക്കൽ ഡയലക്ട്സാണ്. ഇപ്പം പലയിടത്ത് ലോക്കൽ ഡയലക്ട്സ് ഇപ്പോൾ ഒരു സെല്ലിംഗ് പോയിന്റ് വരെ ആയിരിക്കുകയാണ്. ഇതിന്
കൊച്ചി ഭാഷ, കാസർഗോഡ് ഭാഷ, കോട്ടയം ഭാഷ, ഇതെല്ലാം സെല്ലിംഗ് പോയിൻറ്റ്സ് ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ മാറ്റത്തിൻ്റെ തുടക്കമിട്ടൊരു വ്യക്തിയായിട്ട് എം ഡിയെ കാണുന്നു. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാധവിക്കുട്ടിക്കോ അല്ലെങ്കിൽ വിജയനോ ഉണ്ടായിരുന്ന തരത്തിലുള്ള പല അടരുകൾ ഞങ്ങളുടെ തലമുറ പല വായനക്കാർക്കും എം ഡിയിൽ കണ്ടെത്താൻ പറ്റിയിരുന്നില്ല. എനിക്ക് എപ്പോഴും എം ഡിയെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്, ഇതിനോട് ഞാൻ യോജിക്കുന്നു. അതേസമയം തന്നെ എം ഡി കഥാപാത്രങ്ങളെക്കുറിച്ച് വിവരിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്കാണ് വായനക്കാരൻ പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സംഭവങ്ങൾ പറയുമ്പോൾ പോലും കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന ഒരു സ്വഭാവം എം ഡിയുടെ എഴുത്തിനുണ്ട്. അതായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തെ ഇത്രയും ജനപ്രിയനാക്കിയത്. പക്ഷെ ഖസാക്ക് ഇറങ്ങിയതും സാറിൻ്റെ നല്ല യൗവനകാലത്ത് തന്നെയായിരുന്നു ആണല്ലോ. അത് ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ? ഖസാക്ക് ഖസാക്കിൻ്റെ ഒരു ഏറ്റവും വലിയ കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ, ഖസാക്ക് പുറത്തിറങ്ങുന്ന 1967 എല്ലാവരും മറക്കുകയാണ്. 1967 മാതൃഭൂമിയിൽ ഇത് സീരിയലൈസ് ചെയ്തപ്പോൾ ശരിക്കും ഞെട്ടിച്ചു കഴിഞ്ഞു. കാരണം അന്ന് വായിച്ച പോലെയൊന്നും അല്ല. ഒരു സാഹിത്യകൃതി നമുക്ക് വല്ലാത്ത അപരിചിതത്വം സമ്മാനിക്കുന്നുണ്ടെങ്കിൽ, സ്ട്രേഞ്ച്നെസ് സമ്മാനിക്കുന്നുണ്ടെങ്കിൽ സാഹിത്യം മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു 4 ലക്കം വരെ ഖസാക്കിനെ കുറിച്ച് ഒരു ജഡ്ജ്മെൻറ്റ് പറയാൻ തയ്യാറായിരുന്നു. നമ്മൾ വലിയ വിധികർത്താക്കളായിരുന്നു. എറണാകുളം മഹാരാജാസും തേവരെ അങ്ങനെ ചുറ്റിപ്പറ്റി വലിയൊരു വായനക്കാരുടെ സംഘം ഉണ്ടായിരുന്നു. അതിൽ സച്ചിമാഷ് ഉണ്ടായിരുന്നു, TR ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെക്കാളൊക്കെ ഇവരെക്കാളൊക്കെ വലിയ സാഹിത്യ നിരൂപന്മാരും പണ്ഡിതന്മാരും സാഹിത്യം സ്വീകരിക്കാതെ ജീവിതത്തിൻ്റെ മറ്റു വഴികളിൽ പോയവരുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആർക്കും വിജയനെ ആദ്യത്തെ ഒരു 4-5 ലക്കം വരെ നമുക്ക് വിജയനെ വിലയിരുത്താൻ പറ്റില്ല. പിന്നെയാണ് ഖസാക്ക് അരുന്ധതി റോയുടെ ഒരു ഉപമ കടമെടുക്കുകയാണെങ്കിൽ ഈ ടീ ബാഗിൽ നിന്ന് വെള്ളത്തിലേക്ക് ചായ പടരുന്ന പോലെ ജനഹൃദയത്തിലേക്ക് പടരാൻ തുടങ്ങുന്നത്. ഖസാക്ക് വലിയ ഒരു സംഭവമായിരുന്നു അന്നക്കാലത്ത്. ഈ മുമ്പേ ആദ്യം പറഞ്ഞല്ലോ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ചുറ്റും നടന്ന വലിയ സംഭവങ്ങൾ, ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച, ഇന്ദിരാഗാന്ധിയുടെ വധം, ഇങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ വായിച്ചു വരുമ്പോൾ നമുക്കറിയാവുന്ന, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ അതിനെ പ്രമേയമാക്കി, ആ സംഭവങ്ങളെ പ്രമേയമാക്കി കഥകൾ എഴുതിയാണ്. 4-ാം ലോകം എന്ന് പറയുന്ന കഥയാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു കഥ. അതിനെ അനുകരിച്ചൊരു കഥ എഴുതാൻ പോലും ഞാൻ ശ്രമിച്ചിരുന്നു. അത്ര നല്ല കഥയായിരുന്നു. അപ്പം ഈ സാറൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഒരു സമയത്ത് പിന്തുടർന്ന ആളെന്നുള്ള നിലയിൽ ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച, അല്ല സോവിയറ്റ് ബ്ലോക്കിൻ്റെ വീഴ്ചയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? നന്നായി പ്രതീക്ഷിച്ചിരുന്നു? സോവിയറ്റ് യൂണിയൻ്റെ വീഴ്ച അവിടെ യെൽസിൻ ഭരണത്തിൽ വരുമ്പോൾ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം എന്തായിരുന്നു വെച്ചാൽ, അത് കേരളത്തിലെ പഴയ തലമുറയിലെ സഖാക്കളുടെ ഉള്ളിലുണ്ടാക്കിയ ആഘാതമാണ്, ദീർഘമായ ആഘാതമാണ്, വലിയ ഞെട്ടലാണ്. ടെലിവിഷൻ ഇല്ലായിരുന്നെങ്കിൽ സഖാക്കൾ, അന്നത്തെ പഴയ സഖാക്കൾ പറഞ്ഞത് ഇത് മുഴുവൻ അമേരിക്കൻ നുണയാണെന്നാണ്, സോവിയറ്റ് യൂണിയൻ തകർന്നുണ്ടാവില്ല എന്നാണ്. പക്ഷേ എൻ്റെ വളരെ അടുത്തൊരു ബന്ധു, വലിയ സഖാവായിരുന്നു അദ്ദേഹം, ഇത് താങ്ങാനാകാതെ അദ്ദേഹത്തിന് ആശുപത്രി പ്രവേശിക്കും. അപ്പോൾ ആ ഒരു തലത്തിൽ ഈ നമ്മളിപ്പോഴും ഇതാണല്ലോ, രണ്ടായിട്ട് തിരിക്കുമല്ലോ, പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ്. ഈ പഴയ കമ്മ്യൂണിസ്റ്റുകാർ ഒരു 1950കളിൽ കൽക്കട്ട തിസീസിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശ പ്രകാശത്തിലൊക്കെ നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് താങ്ങാനാകാത്ത, കാരണം അവരുടെ ജീവിതത്തിൻ്റെ നങ്കൂരം സോവിയറ്റ് യൂണിയനായിരുന്നു. അപ്പം ലക്ഷ്യം നഷ്ടപ്പെട്ട പോലെ ഇത് ഈ ഭാഗത്ത് സംഭവിച്ചു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരിൽ സംഭവിച്ചു. ഞാൻ 2 ഉദാഹരണം പറയാം. ഒന്ന് ഒ വി വിജയൻ്റെ കാർട്ടൂണിങ്ങിൻ്റെ പ്രധാന പരിഹാസ കഥാപാത്രം സോവിയറ്റ് യൂണിയനായിരുന്നു. ഇത് തകർന്നതോടുകൂടി
OB വിജയനും ഈ നമ്മുടെ നാട്ടിലെ സഹാക്കൾക്ക് പോലെ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. കാർട്ടൂണിൽ കുറച്ചു കാലം അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വന്നു. കേരളത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ അടൂര്, തുടർച്ചയായിട്ട് അടൂരിൻ്റെ സിനിമകളിൽ ഈ കമ്മ്യൂണിസ്റ്റ് വിമർശനം, എലിപ്പത്തായം അതുപോലെയുള്ള സിനിമകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ആൻറ്റി കമ്മ്യൂണിസം എന്ന കാര്യത്തിന് പ്രസക്തി ഇല്ലാതാവുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയ അതേ പ്രതിസന്ധി ഈ ഭാഗത്തും ഉണ്ടാക്കി. ഇത് നാലാം ലോകം സോവിയറ്റ് യൂണിയനോ ബഹിരാകാശമോ അല്ല, അത് നാട്ടിൽ ഈ സഹാക്കളുടെ ഇടയിലുണ്ടാക്കി, അതായത് വലിയ ഒരു ഈ പാശ്ചാത്യരും ടൈം മാസികയൊക്കെ ഉണ്ട്. നിങ്ങൾ സ്റ്റാലിനെ വരച്ചു വച്ചിരിക്കണം കാണണമെങ്കിൽ കേരളത്തിൽ പോകണം. അത്ര, കാരണം സ്റ്റാലിനെ അവർ കാണുന്നത് ഹിറ്റ്ലറെ പോലെയാണ്, ആളുകളെ കൊന്നൊടുക്കിയ ആളാണ്. അപ്പം ഈ സ്റ്റാലിനോടുള്ള മമത ഇതെല്ലാം വളരെ റിയലായിരുന്നു. ഇതെല്ലാത്തിൻ്റെ അർത്ഥശൂന്യമായി പോയ ഒരു കാലഘട്ടത്തെയാണ് അത് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. ഏതാണ്ട് അതോടൊപ്പം തന്നെയാണ്, അതേ സമയം തന്നെയാണ് ഹിന്ദുത്വയുടെ വളർച്ച ഇന്ത്യയിലുണ്ടാകുന്നത്. അതേ സമയം തന്നെ അത് വളരെ യാദൃശ്യം ആണെന്ന് തോന്നുന്നു. ഞാൻ ഓർക്കുന്നു, ഞാൻ അപ്പം മഹാരാജാസ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ ഞാൻ താമസിക്കുകയാണ്. അപ്പോഴാണ് വാജ്പേയി മന്ത്രിസഭ ആദ്യമായിട്ട് ഫസ്റ്റ് തവണ അധികാരത്തിലേക്കുന്നത്. 13 ദിവസത്തെ ഭരിച്ചുള്ളൂ. അപ്പോൾ അധികാരത്തിലേക്കുന്ന ദിവസം തന്നെയാണ് EMS മരിക്കുന്നത്. വളരെ യാദൃശ്യമായി പോയി. BJP മന്ത്രിസഭ അധികാരമേക്കുന്ന ദിവസം തന്നെയാണ് EMS മരിക്കുന്നത്. അപ്പോൾ ഈ ഹിന്ദുത്വയുടെ ഒരു വളർച്ച, അത് ചിലരൊക്കെ പറയാറുണ്ട്, ചില മുൻ നക്സലൈറ്റുകളൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങളത് മുന്നേ പ്രവചിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഇതുപോലൊരു വളർച്ച BJPക്ക് അല്ലെ ഹിന്ദുത്വ പാർട്ടികൾക്ക് ഉണ്ടാകും, അല്ലെ മോദിയെ പോലൊരു അവർക്ക് വേണ്ടി അവരുടെ അത്രയും ജനപ്രിയനായ ഒരു നേതാവ് അവർക്ക് ഉണ്ടാകും, അതിലൂടെ അവർ ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടടുത്ത് വരെ ഇന്ത്യ എത്താമെന്നൊരു ധാരണ ഏതെങ്കിലും സമയത്ത് ഉണ്ടായിരുന്നു? ഒരു അത്ഭുതകരം എന്ന് പറയട്ടെ, ഇത് ഇവിടെ എറണാകുളത്ത് ചിലർക്ക് വളരെ പണ്ടേ ഉണ്ടായിരുന്നു. എറണാകുളത്ത് ജീവിച്ചിരുന്നു. ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ സുഹൃത്തായിരുന്നു ഡോക്ടർ TK രാമചന്ദ്രൻ. TK രാമചന്ദ്രൻ 70കളിലും 80കളിലും ഹിന്ദുത്വം വളരാൻ പോകുന്നു എന്ന് കാണുന്നു. അത് മാത്രമല്ല, അത് കുറച്ച് ബാലിശമായിരുന്നു. എന്തെങ്കിലും ഒരു സാഹിത്യകൃതിയിലോ ചിത്രകലയിലോ മറ്റോ ഒരു ഹിന്ദു സിമ്പൽ കണ്ട ഉടനെ, അത് കേരളം മുഴുവൻ ഉണ്ടായിരുന്ന ഒരു പ്രവണതയായിരുന്നു, ഉടനെ അവരെ സംഖ്യയായിട്ട് ചിത്രീകരിക്കും. പക്ഷെ ഈ രീതിയിൽ വളരുമെന്നുള്ളത് മനസ്സിലാക്കി കുറേ ആൾക്കാരുണ്ടായിരുന്നു. കാരണം 1930കളിൽ ജർമ്മനിയിൽ ആണ് ഹിറ്റ്ലർ വളരുന്നത്. അപ്പം അതിനു മുമ്പുള്ള കാലത്ത് അല്ലെങ്കിൽ 30കളെ കുറിച്ചുള്ള ഒരു വലിയ പഠനം സ്കൂൾ തന്നെയാണ്. 30കളിൽ എന്ത് സംഭവിച്ചു, എങ്ങനെ ജനങ്ങൾ മാറി, ജനങ്ങളുടെ ചിന്താഗതി എങ്ങനെ മാറിയതിനെ കുറിച്ച് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്നുകൊണ്ട് വില്യം റീഹ്, തിയോഡോർ അഡോർണ തുടങ്ങിയവരുടെ കൃതികൾ, ഇതെല്ലാം എറണാകുളത്തിരുന്ന് ചർച്ച ചെയ്യുകയും നിരന്തര പ്രതിവാര ചർച്ച വരെ നടത്തിയിരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. വളരെ ചെറിയൊരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഹിന്ദുത്വം ഇവിടെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നിയത് ശിവസേന ബോംബെയിൽ അധികാരം പിടിച്ചെടുത്തപ്പോഴാണ്. ബോംബെയിൽ അധികാരം പിടിച്ചെടുത്ത് ബോംബെയുടെ പേര് മുംബൈ എന്നാക്കി മാറ്റിയപ്പോഴാണ്. അപ്പോൾ യാതൊരു ഇലമറ ഇല്ലാതെ ഹിന്ദു ഹിന്ദു ഹും എന്താ മുച്ചേ ഗർവ് എന്ന് പറഞ്ഞിട്ടുള്ള കാരണമൊഴി സ്റ്റിക്കറുകളൊക്കെ കാണാൻ തുടങ്ങി. അതിനുശേഷം ഒരുപക്ഷെ ഹിന്ദുത്വത്തിൻ്റെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരായിരിക്കും. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഡൽഹിയിൽ നടന്ന വംശീയ കൂട്ടക്കൊല, അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 400 കൂടുതൽ സീറ്റ് കോൺഗ്രസ് ജയിച്ചപ്പോൾ ഹിന്ദുത്വ പാർട്ടികൾക്ക് ഒരു രാഷ്ട്രീയ കരുനീക്കത്തിൻ്റെ ടെംപ്ലേറ്റ് ലഭിച്ചു, അവർക്കൊരു ചട്ടക്കൂട് ലഭിച്ചു. ഇതവർ നടപ്പിലാക്കി 2002 ഗുജറാത്ത്, അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷം ഉണ്ടായ. പിന്നെ അവരിത് പ്രാദേശികമായിട്ട് നടപ്പിലാക്കി. 2013 ഇവിടെ മുസഫർ നഗറിൽ 8-9
കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഇത് ജാട്ട് ഹൃദയഭൂമിയായിരുന്നു, ചരൺ സിംഗിൻ്റെ സ്ഥലമായിരുന്നു. ബി ജെ പി 5ാം സ്ഥാനത്തായിരുന്നു. ഈ 10-12 സീറ്റുകൾ വെസ്റ്റേൺ യു പിയിൽ പിടിച്ചെടുക്കാൻ ഇത്തരത്തിലുള്ള പ്രാദേശിക സംഘർഷങ്ങളിൽ കൂടി സാധിച്ചു. സംഘർഷം അല്ലെങ്കിൽ ഈ വർഗീയ ഹത്യ ഒരു രാഷ്ട്രീയ ആയുധമാക്കണം എന്നുള്ള ടെംപ്ലേറ്റ് തയ്യാറാക്കിയത് കോൺഗ്രസ് ആണെങ്കിലും സിഖ് ഹത്യകളിൽ കൂടി അതിനെ നടപ്പിലാക്കിയത് ശരിക്കും ബി ജെ പി ആണ്. ഇത് അന്നത്തെ കാലത്ത് വളരെ ചുരുക്കം പേർക്ക് തോന്നിയിരുന്നില്ല. എന്നാലും ഉള്ള വിശ്വാസം ഈ നെഹ്റു ഭരണഘടന തുടങ്ങിയ സ്ഥാപനങ്ങൾ നിർമ്മിച്ച ഒരു സെക്യുലർ മനസ്സ് ഇന്ത്യയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നൊരു മിഥ്യാധാരണ പല ലിബറൽസിനും ഉണ്ടായിരുന്നു, ഞാനടക്കം. പക്ഷെ അത് തകർന്നതിൻ്റെ ആദ്യത്തെ മാറ്റൊലി കേട്ടത് ഈ മഹാരാഷ്ട്രയിൽ ഇവർ പവറിൽ വരുമ്പോഴാണ്. അത് സംബന്ധിച്ച് ഒരു ചെറിയ ചോദ്യം കൂടി. ഞാൻ കരുതുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. രാമേന്ദ്ര ഗുഹ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ പറഞ്ഞിരുന്നു, ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരു അവസ്ഥ വരികയാണ് ഇന്ത്യക്ക് നല്ലത് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ജനത പ്രതികരിച്ചു. ഇന്ത്യൻ ജനത BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കൊടുത്തില്ല. അതോടുകൂടി ഇന്ത്യയിൽ മോദി പ്രഭാവത്തിന് ഒരു ചെറിയ കുറവ് വന്നതായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നുണ്ട്. ആദിത്യനാഥിൻ്റെ പ്രഭാവത്തിന് കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. താങ്കൾ ഒരുപാട് വർഷം വടക്കേ ഇന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ജീവിച്ചയാളാണ്. അപ്പോൾ ഹിന്ദുത്വയുടെ മേലോട്ടുള്ള കുതിപ്പിന് ഒരു തീർച്ചയായോ, അല്ലെങ്കിൽ അത് താഴോട്ടാണോ ഇനി പോക്ക് എന്നാണ് കരുതുന്നത്? പറയാൻ പറ്റില്ല. വളരെ കാലം വടക്കേ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് പിന്നെ കേരളത്തിൽ ജീവിച്ചുകൊണ്ട് എനിക്കൊരു കാര്യത്തിൽ വിശ്വാസം വന്നു കഴിഞ്ഞു. കേരളത്തെക്കാൾ വളരെയധികം രാഷ്ട്രീയ പ്രബുദ്ധത വടക്കേ ഇന്ത്യക്കാർക്കാണ്. അപ്പോൾ അതിന് വലിയ ഉദാഹരണങ്ങളുണ്ട്. എമർജൻസി കഴിഞ്ഞ് വടക്കേ ഇന്ത്യയിൽ ബീഹാറിൽ 58 സീറ്റ്, യു പിയിൽ 88 സീറ്റ്, ഒരെണ്ണം പോലും BJP ജയിച്ചില്ല. കേരളത്തിൽ എമർജൻസി നടപ്പിലാക്കിയ പാർട്ടി തൂത്തുവാരി. ഇത്തവണ സംഭവിച്ചത് ഈ വടക്കേ ഇന്ത്യക്കാരൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ്. സീറ്റ് കുറഞ്ഞ സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ യു പിയിലാണ്, ബീഹാറിൽ അത്ര കുറഞ്ഞില്ല. ബീഹാറിൽ BJPയുടെ കുറഞ്ഞെങ്കിലും JDU ഒരു സെക്യുലർ മുഖമുള്ള NDAയുടെ പാർട്ടിക്ക് ഇത് കൊടുത്തു. അവിടെ എല്ലാം കുറഞ്ഞപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നു. അപ്പോൾ ഈ വടക്കേ ഇന്ത്യക്കാരനെ നമ്മൾ പരിഹസിക്കുമ്പോൾ അവൻ്റെ രാഷ്ട്രീയം, കാരണം അവന് രാഷ്ട്രീയം ശരിക്ക് ജീവൻ മരണ സമരമാണ്. അപ്പോൾ അവർ സർവൈവലിന് വേണ്ടി, ആശയങ്ങൾക്കപ്പുറം സർവൈവലിന് വേണ്ടി വടക്കേ ഇന്ത്യയിൽ ജീവിതം ദുസ്സഹമായി തുടങ്ങി. കാരണം ഹിന്ദുത്വ എന്നുള്ളത് ഒരു ആർട്ടിഫിഷ്യൽ കൺസ്ട്രക്റ്റാണ്. അങ്ങനൊരു കാര്യം ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒന്നും കൂടി താഴോട്ട് പോവുകയാണെങ്കിൽ നിറച്ച് ജാതികളാണ്. ഈ ജാതികളുടെ അടിസ്ഥാനത്തിലാണ് മണ്ഡൽ രാഷ്ട്രീയം രൂപപ്പെട്ടത്. അപ്പോൾ മണ്ഡൽ രാഷ്ട്രീയം രൂപപ്പെട്ടതിൽ BJPയുടെ ഏറ്റവും വലിയ വിജയം ഈ പ്രമുഖ ഷെഡ്യൂൾ കാസ്റ്റ് പാർട്ടി, പ്രമുഖ OBC പാർട്ടി, ഈ 2 പേരെ മാറ്റി നിർത്തി ബാക്കിയുള്ള ചെറിയ ഏതാണ്ട് 10-80 ചെറിയ ജാതികളെ മുഴുവൻ അവരുടെ കൊടക്കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇതിൽ നിന്ന് പലരും അവിടുത്തെ ഓപ്പോസിഷൻ, അതായത് പലരെയും ആകർഷിക്കാൻ അഖിലേഷ് യാദവിനും തേജസ്വി യാദവിനും മമതയ്ക്കും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഇക്വിലിബ്രിയമാണ്. ഇതിന്ന് BJPക്ക് ഒരു ക്ഷീണം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഈ സമവാക്യം അവർക്ക് ഏത് നിമിഷം വേണമെങ്കിലും ശരിയാക്കാം. കാരണം ഇതുവരെ വികല്പമായിട്ട് BJPക്ക് ബദലായിട്ട് ഒരു രാഷ്ട്രീയം മറ്റൊരു പാർട്ടിയും കാഴ്ചവെക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പൊളിറ്റിക്സ് വിട്ട് നമുക്ക് വിഷയത്തിലേക്ക് ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ, നമ്മുടെ കാലത്ത് നടന്ന ഏറ്റവും വലിയ വിപ്ലവം കമ്മ്യൂണിക്കേഷൻ വിപ്ലവം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻ്റർനെറ്റ് ഉണ്ടാക്കിയ അത്രയും മാറ്റം ഒരു തലമുറയിലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാര്യങ്ങൾ കുറേ കൂടെ വിഷ്വലാണ്. ഇന്നത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ വിഷ്വലാണ്.
എൻ്റെ ചെറുപ്പത്തിൽ പോലും കാണാവുന്ന വിഷ്വലുകൾക്ക് ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു. ചില സിനിമാ തിയേറ്ററിൽ പോയാൽ മാത്രമേ കാണുകയുള്ളൂ. ഇപ്പോൾ ആയിരക്കണക്കിന് വിഷ്വലുകൾ ഓരോരുത്തരുടെ മൊബൈലിലുമുണ്ട്. വിഷ്വലുകൾ നമ്മുടെ എഴുത്തിനെയും എല്ലാം രൂപപ്പെടുത്തി മാറ്റുന്നുണ്ട്, നമ്മുടെ വായനയെ മാറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ സംശയം, മനുഷ്യകുലം കൂടുതൽ കൂടുതൽ വിഷ്വലിലോട്ട് പോവുകയാണോ എന്നാണ്. യോസയും അതിനെക്കുറിച്ചൊരു ആശങ്ക ഇങ്ങനെ പറഞ്ഞിരുന്നു. പൂർണ്ണമായിട്ടും വിഷ്വലിലേക്ക് നമ്മൾ പോവുകയാണോ? ഏതായാലും നമ്മുടെ കലാരൂപങ്ങൾ അല്ലെങ്കിൽ സാഹിത്യ രൂപങ്ങൾ, നോവല്, കഥ, കവിത, ഇതൊക്കെ അനാദികാലം നിലനിൽക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഉണ്ടായിട്ട് കുറച്ച് നൂറ്റാണ്ടുകളേ ആയുള്ളൂ. കവിതയല്ല, നോവലും കഥയൊക്കെ. ഈ കമ്മ്യൂണിക്കേഷൻ വിപ്ലവത്തിൽ ഇത് ഒരുപാട് കാലം നമ്മുടെ സാഹിത്യ രംഗത്തെ ഈ നോവല്, കഥ, ഇങ്ങനെയുള്ള രൂപങ്ങൾ നിലനിൽക്കും എന്ന് സാർ കരുതുന്നുണ്ടോ? ഇല്ല, പലപ്പോഴും അത് സംശയം. കാരണം എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഒരു കാലത്ത് ഏതാണ്ട് 1-2 സഹസ്രാബ്ദങ്ങൾ കവി എന്നൊരാളെ വിളിക്കണമെങ്കിൽ മഹാകാവ്യം എഴുതണം. ഈ മഹാകാവ്യം ഇല്ലാതായിട്ട് മലയാളത്തിൽ ഏതാണ്ട് 200 വർഷമായി. ഖണ്ഡകാവ്യം കുമാരനാശൻ തുടങ്ങിയ ശേഷം വേറെ വിഷ്വൽ ആർട്ടുകളിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്പറ ഇല്ലാതായിട്ട് 10-100 കൊല്ലമായി. ഒരു നല്ല ആട്ടക്കഥ മലയാളത്തിൽ ഇല്ലാതായിട്ട് വർഷങ്ങളായി. അപ്പോൾ കലാരൂപങ്ങൾക്കും ഈ പ്രകൃതി നിയമങ്ങൾ ബാധകമാണ്. അതുകൊണ്ട് നോവലും ചെറുകഥയും എല്ലാം നശിക്കുകയല്ല, രൂപാന്തരം സംഭവിക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ ഗ്രാഫിക് നോവലുകൾക്ക് ജപ്പാനിലെ വായന മുഴുവൻ ഏതാണ്ട് വളരെ സീരിയസ് ആയിട്ട് വായനക്കാരുണ്ട്. പക്ഷേ ട്രെയിനിലും മറ്റും കാണുന്ന വായനക്കാർ മുഴുവൻ ഈ ഗ്രാഫിക് നോവലുകൾ അവരുടെ മാംഗോ എന്ന് പറയുക അല്ലെങ്കിൽ അനിമെ എന്ന് പറയുന്ന സാധനങ്ങളാണ്. ഈ രീതിയിലേക്ക് മാറാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. പിന്നെ സിനിമയുടെ ശക്തമായിട്ടുള്ള തീരുമാനം. ഇപ്പോൾ ഒരു 10-20 കൊല്ലം മുമ്പ് വരെ ഈ ഇൻ്റർനെറ്റും ട്രോളുകളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളൊരു പോയിൻ്റ് സ്ഥാപിക്കാൻ വേണ്ടി എപ്പോഴും ഉപയോഗിച്ചിരുന്ന ഒരു കവിതാശകലോ മറ്റോ ആണ്. ഇന്ന് ഉപയോഗിക്കുന്ന സിനിമയുടെ ഡയലോഗാണ്. അപ്പോൾ സിനിമ ഒരുപക്ഷെ പോപ്പുലർ ഇമാജിനേഷനെ, സാഹിത്യത്തെക്കാൾ കൂടുതൽ ബാധിച്ച ഒരു കാലം കൂടിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. വലിയ മാറ്റങ്ങളുടെ കാലമാണ്. അതിന് പിന്നെ നിർമ്മിത ബുദ്ധിയാവും. ഇനി അത് നാളെ നോവൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എഴുത്തുകാർക്കൊന്നും ചെയ്യാനില്ലാത്ത സ്ഥിതിയാവും. മാറ്റങ്ങളിൽ കൂടി കടന്നു പോവാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ചില വിരോധാഭാസങ്ങൾ, ചില പാരഡോക്സുകളുണ്ട്. അവൾ പറയുന്നു ഇൻ്റർനെറ്റ് അറ്റൻഷൻ സ്പാൻ, നമ്മൾ ശ്രദ്ധിക്കുന്ന സമയം കുറയുന്നു എന്നുള്ളതൊക്കെ. പക്ഷേ ഈ ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ വായിക്കുന്നത് ഇന്ന് വലിയ വലിയ പുസ്തകങ്ങളാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ചെറിയ പുസ്തകങ്ങൾ, ഈസോപ്പ് കഥകൾ, മാലി എന്ന് പറഞ്ഞിട്ടൊരു ബാലസാഹിത്യകാരൻ മാത്രമേ ഉണ്ടായിരുന്നല്ലോ കുട്ടിക്കാലത്ത്. പിന്നെ MD ഒരു മാണികക്കല്ല് എഴുതി. പിന്നെ വളരെ ചെറിയ 19-60 പേജുള്ള പുസ്തകങ്ങളായിരുന്നു വായിച്ചിരുന്നത്. ഇന്ന് കുട്ടികൾ ക്യൂ നിന്ന് വാങ്ങിക്കുന്നത് 10-600 പേജുള്ള ഹാരി പോട്ടറൊക്കെയാണ്. അപ്പം അറ്റൻഷൻ സ്പാൻ്റെ കാര്യത്തിലും എല്ലാത്തിലും ഒരു ആകപ്പാട് നമുക്കൊരു ഒരു ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത രീതിയിൽ കലങ്ങി മറിഞ്ഞു കിടക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് തോന്നുന്നു. അത് ലോക സാഹിത്യത്തിൽ ഇപ്പോൾ നോവലുകളുടെ ഒരു വലിയ കാലമാണ്. ഒരുപാട് നോവലുകൾ വരുന്നു, മലയാളത്തിലും വരുന്നുണ്ട്. അതുപോലെ നോൺ ഫിക്ഷൻ്റെയും വലിയ കാലമാണ്. അപ്പോൾ സാർ ഇപ്പോൾ ഈ കാലത്ത് എന്താണ് കൂടുതൽ വായിക്കാൻ താല്പര്യപ്പെടുന്നത്? ഇപ്പോൾ വായിക്കുന്നത് ഇപ്പോൾ യോസെ അല്ലല്ലോ, ഇപ്പോൾ ഫോസെ ഉണ്ട്, നൗസ്കാറുണ്ട്, ഒരുപാട് നോവലിസ്റ്റുകൾ വരുന്നിട്ടുണ്ട്. നോൺ ഫിക്ഷനകത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എന്താണ് സാർ ഈ സമയത്ത് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്? എതിർച്ചയായി തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ വായിച്ചു പോകുന്നതെല്ലാം ഇപ്പോൾ നോൺ ഫിക്ഷനാണ്. നോവലുകൾ വളരെ ഇപ്പോൾ ഇത് ബുക്കറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. അപ്പോൾ ആ നോവൽ തേടിച്ചെന്ന് വാങ്ങിക്കുക. അല്ലാതെ ആരെങ്കിലും തിരഞ്ഞെടുത്ത് പറയുകയല്ല, ആളുകൾ റെക്കമെൻഡ് ചെയ്യുക അല്ലാതെ. പരീഷിൻ്റെ പുസ്തകം വാങ്ങിച്ചു, അത് തേടിപ്പിടിച്ച് വായിച്ചു. അല്ലാതെ കിട്ടുന്നതും വായിക്കുന്നതും മിക്കവാറും എല്ലാം നോൺ ഫിക്ഷനാണ് എന്നുള്ളതാണ് സത്യം. അതും
ഇംഗ്ലീഷിൽ എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇതൊരു പക്ഷേ ഇംഗ്ലീഷും മലയാളവും അറിയാവുന്ന മലയാളിയുടെ സ്ഥിതി ഇത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. ഈ സാറിനോട് സമയം അധികരിച്ചുകൊണ്ട് വ്യക്തിപരമായ 2 ചെറിയ ചോദ്യങ്ങളുടെ ഒന്ന്, ശിശു ട്രാൻസ്ലേറ്റ് ചെയ്ത കാര്യം, ശിശു വിവർത്തനം ചെയ്ത് ഇല്ലസ്ട്രേറ്റർ വീക്കിലി വന്നത് നിങ്ങൾ 2 പേര് കൂടിയാണ്. ഒന്ന് മാധവ സാറും അദ്ദേഹത്തിൻ്റെ അനിയനും. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? എൻ്റെ അനിയൻ NS ഗോപാലകൃഷ്ണൻ എന്ന പേര്. അദ്ദേഹം CMS കോളേജിലാണ് പഠിച്ചത്. സാഹിത്യത്തിലും കലയിലൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ്. ഇപ്പം ലണ്ടനിലാണ്, അവിടെ പബ്ലിക് ഹെൽത്ത് വിഷയത്തിലൊരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ലണ്ടൻ മലയാളികളിൽ ഒരു കല എന്ന് പറഞ്ഞു, കേരള അസോസിയേഷൻ ഓഫ് ലണ്ടൻ, അതിൻ്റെ അധ്യക്ഷനാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അന്തർമുഖനായ വ്യക്തിയാണ്. ഇതിൻ്റെ ട്രാൻസ്ലേഷനെ കുറിച്ചുകൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞു. അപ്പം നമ്മളത് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അയച്ചു. അന്നൊക്കെ ട്രാൻസ്ലേഷൻ വലിയ പ്രയാസമായിരുന്നു. കാരണം എല്ലാം ടൈപ്പ് ചെയ്യാൻ കൊടുക്കണം. ടൈപ്പ് ചെയ്ത് അതിന് ചില സ്പെസിഫിക്കേഷനൊക്കെ ഉണ്ട്. 1 ഇഞ്ച് സ്പേസ് വെച്ച് 4 ഇടത്ത് കൊടുക്കുക. ടൈപ്പിങ്ങിനൊക്കെ നല്ല കാശും ചിലവാകുമായിരുന്നു. അപ്പോൾ ഇത് അയച്ചു കൊടുത്തു. അത് അന്ന് കുശ്വന്ത് സിംഗ് ആയിരുന്നു അതിൻ്റെ പത്രാധിപര്. ഇത് അച്ചടിച്ചു വന്നു. ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അച്ചടിച്ചു വന്നപ്പോൾ കഥ അങ്ങനെ തന്നെ പ്രസിദ്ധീകരിച്ചു. പക്ഷേ ഈ അതിൻ്റെ പാരഗ്രാഫുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുന്നു. അത് വലിയൊരു പാഠമായിരുന്നു, എഴുത്തിൻ്റെ വലിയ പാഠമാണ്. സ്ഥിരമായിട്ട് വാക്കോ പാരഗ്രാഫോ എവിടെയെങ്കിലും തറപ്പിച്ച് നിർത്തേണ്ട ആവശ്യമില്ല എന്നുള്ള പാഠം ഇതിൻ്റെ തർജ്ജമയിൽ നിന്നാണ് ലഭിച്ചത്. ഒരേ ഒരു ചോദ്യമല്ല, ചോദ്യം പോലെ മാധവ സാറിൻ്റെ ക്രിക്കറ്റ് ഫുട്ബോൾ പ്രേമം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ പലപ്പോഴും ഉണ്ടാക്കിയ ചില പാചക വിഭവങ്ങളുടെ ഫോട്ടോകളിടും. ബിരിയാണി ഉണ്ടാക്കിയത് ഇടാറുണ്ട്, ഫോട്ടോകൾ ഇടാറുണ്ട്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മനോരമ ഞായറാഴ്ച പതിപ്പ് സൺഡേ സപ്ലിമെൻ്റ് NS മാധവനോട് ആവശ്യപ്പെട്ടു കുറച്ച് പുസ്തകങ്ങൾ ആ വർഷത്തെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തിരഞ്ഞെടുത്ത ഒരു പുസ്തകം നമ്പൂതിരി പാചകം എന്ന് പറഞ്ഞ പുസ്തകമായിരുന്നു. നമ്പൂതിരി പാചകത്തിൻ്റെ അതിൻ്റെ അടിയിലൊരു കമൻറ്റും ഉണ്ട്, ഉരുട്ട് ചമ്മന്തി ഉഗ്രനാണെന്ന് പറയും. അതിനകത്ത് പറയുന്ന ഉരുട്ട് ചമ്മന്തി ഉഗ്രനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്കത് വായിച്ചപ്പോൾ വളരെ കൗതുകം തോന്നി. ആ പേരിൽ ഞാൻ ആ പുസ്തകം പോയി വാങ്ങിക്കുകയൊക്കെ ചെയ്തു. കാരണം ഞാൻ ഒരു പാചകം അല്ല ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരു ഭക്ഷണപ്രിയനാണോ? ഭക്ഷണപ്രിയനല്ല, പക്ഷെ ഭയങ്കര ആവേശമാണ്. ഞാൻ അധികം കഴിക്കാറില്ല ഭക്ഷണത്തോട് ആവേശം. ഇത് കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് അടുക്കളയിൽ കയറേണ്ടതായ സമയമുണ്ടായിരുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ആഴ്ചയിൽ 3 ദിവസമോ 5 ദിവസമൊക്കെ സ്ത്രീകൾ അടുക്കളയിൽ കയറാൻ പാടില്ല. അവരുടെ സമയത്ത് ഞങ്ങൾ കുട്ടികളാണ് കയറിയിരുന്നത്. അപ്പോൾ അടുക്കളയായിട്ടുള്ള പരിചയം വളരെ കുട്ടിക്കാലം മുതൽക്ക് തുടങ്ങിയതാണ്. അത് പിന്നീടും തുടർന്നു. അതാണ് എൻ്റെ ഒരു കാരണം. NS മാധവനോട് എഴുത്തിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ ഏതാണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ KLF-ൻ്റെ ഒരു വേദിയിൽ ഭീമച്ചനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കഥയെക്കുറിച്ചും ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനികൾ എന്ന എൻ്റെ പ്രിയപ്പെട്ട നോവലിനെ കുറിച്ചും കൂടുതൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിർത്താമെന്ന് തോന്നുന്നു. സാറേ, NS മാധവ സാറിനോട് സാറേ, 1984 സിഖ് ജനസൈഡ് BJPക്കുള്ള ഒരു ടെംപ്ലേറ്റ് കൊടുത്തത് സാറ് പറഞ്ഞു. 1984 സിഖ് ജനസൈഡ് BJPക്ക് ഒരു ടെംപ്ലേറ്റായിട്ട് മാറി അവരാണ് പിന്നീട് അത് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. അത് രണ്ടാമത്തെ ചോദ്യം. 2 ചോദ്യമാണ്. ഒന്ന്, ADD സാറ് പറഞ്ഞു അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ വിഷ്വൽ മീഡിയ വന്നപ്പോൾ ഉണ്ടായി, പക്ഷേ ഹാരി പോട്ടർ വായിക്കുന്നു. ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് സാറ്? ഹാരി പോട്ടേഴ്സ് വലിയ നോവൽസാണ്, അത് വായിക്കാനുള്ള അറ്റൻഷൻ ഉണ്ടെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റിൻ്റെ കാര്യമില്ല. ഇതെങ്ങനെ സാറ് അതിനെ പൊരുത്തപ്പെടുത്തും? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പൊതുധാരണ സമൂഹ മാധ്യമവും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും അറ്റൻഷൻ സ്പാൻ ഇല്ലാതാക്കി എന്നുള്ളതാണ്. അപ്പോൾ അറ്റൻഷൻ സ്പാൻ ഇല്ല എന്നുള്ള ഒരു അസംഷൻ്റെ പേരിലാണ് ഇന്ന് നടക്കുന്ന പത്രപ്രവർത്തനമെല്ലാം.
ഒരു വാർത്ത എഴുതുകയാണെങ്കിൽ ആ വാർത്ത മൊബൈലിൻ്റെ സ്ക്രീനിൻ്റെ അത്രേ പാടുള്ളൂ എന്നെല്ലാം നിയമങ്ങളുണ്ട്. ഇത് ഒരു പൊതു നിഗമനമായിരിക്കെ തന്നെയാണ് ഈ ഹാരി പോട്ടർ പ്രതിഭാസം അതുപോലെയുള്ള മറ്റ് വളരെ തടിച്ച ഗ്രന്ഥങ്ങളും കുട്ടികൾ വായിക്കുന്നു. ഇപ്പം ഈ ഐതിഹ്യമാല, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വായിച്ചിരുന്ന ഏക തടിച്ച പുസ്തകം അതായിരുന്നു, ഐതിഹ്യമാലയായിരുന്നു. അല്ലെങ്കിൽ രാമായണം, മഹാഭാരതം തുടങ്ങിയതിൻ്റെ ഗദ്യ തർജ്ജമകൾ, രമേശ് മേനോൻ്റെ തർജ്ജമ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. അത് വളരെ വ്യാപകമായ രീതിയിൽ ഇന്ത്യ മുഴുവൻ ചിലവാകുന്നുണ്ട്. ഇതെല്ലാം വളരെ തടിച്ച ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ബാലസാഹിത്യത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ധാരണ അതൊരു സ്ലിം പുസ്തകമായിരിക്കണം എന്നാണ്. നമ്മളൊക്കെ സ്ലിം പുസ്തകം വായിച്ച് വളർന്നവരാണ്. പക്ഷെ ഇന്നത്തെ തലമുറയിൽ അങ്ങനെ അല്ല എന്നുള്ള ഒരു ഒബ്സർവേഷൻ മാത്രമേ ഞാൻ പറഞ്ഞു. അതിന് സിദ്ധാന്തങ്ങൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹായ് സർ, എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങയുടെ കഥകളിലധികവും ചരിത്രം വളരെ മനോഹരമായിട്ട് ആഖ്യാനം ചെയ്തിട്ടുണ്ട് പല കഥകളിലും. അതിപ്പോൾ നാലാം ലോകമായാലും വൻമരങ്ങൾ വീഴുമ്പോഴാണെങ്കിലും തിരുത്താണെങ്കിലും. അപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് ചരിത്രം മാറ്റിമറിക്കാൻ മനഃപൂർവ്വമുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ചും പാഠപുസ്തകങ്ങളിൽ നിന്ന് വരെ ചരിത്രങ്ങൾ നീക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നു. ഈ ഒരു സമയത്ത് അങ്ങേപോലെ ഇപ്പം ചരിത്രത്തെ ഭയക്കാതെ ചരിത്രത്തെ തുറന്നു പറയാൻ സാധിക്കുന്ന എഴുത്തുകൾ ഇന്നത്തെ കാലത്ത് കുറയുന്നുണ്ട് എന്ന് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, കുറയുന്നില്ല കേട്ടോ. അത് നിശബ്ദരാക്കപ്പെട്ടിരിക്കുകയാണ്. കേരളം ഒഴിച്ച്, കേരളം, തമിഴ്നാട്, ഇങ്ങനെ 1-2 സംസ്ഥാനങ്ങൾ ഒഴിച്ച് ഇതിനെക്കുറിച്ചൊന്ന് എഴുതാൻ ഒരു എഴുത്തുകാരന് ആലോചിക്കാൻ തന്നെ പ്രയാസമാണ്. ഇപ്പം ഡൽഹിയിൽ എൻ്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിരുന്നു യോഗേന്ദ്ര യാദവ്. അദ്ദേഹം ഒരു സാഹിത്യകാരൻ പോലുമല്ല, രാഷ്ട്രീയ നിരീക്ഷകനാണ്. അവിടുത്തെ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ എല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിച്ച് കയറി. അതുപോലെ പല എഴുത്തുകാർക്കും വാടകയ്ക്ക് വീട് കിട്ടുന്നില്ല, കാരണം അവരെന്തോ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പച്ചത്തുരുത്തുകളായിട്ട് നിലകൊള്ളുന്ന കുറച്ച് സ്ഥലങ്ങളാണ് കേരളം, തമിഴ്നാട്, കർണാടകം പറയാൻ നിവൃത്തിയില്ല, ആന്ധ്രയും ഏതാണ്ട് ആ ദിശയിലേക്കാണ് നീങ്ങുന്നത്. ഒരു എഴുത്തുകാരൻ്റെ അത് പറയാനുള്ള ധൈര്യക്കുറവല്ല, പക്ഷെ നിശബ്ദനാക്കപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് കാരണം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ. ഇത് വളരെ കാലം, ഇത് 2ാം ലോക മഹായുദ്ധത്തിന് മുമ്പിൽ ഒരു ലോക സാഹിത്യവും ഉണ്ടായില്ല. എല്ലാ എഴുത്തുകാരും, എല്ലാ കവികളും നിശബ്ദരായിരുന്നു, എല്ലാ ചിത്രകാരന്മാരും നിശബ്ദരായിരുന്നു. എന്നിട്ട് അവരുടെ കൂലി എഴുത്തുകാരുടെ ഇതാണ്, കൃതികളാണ് പ്രൊമോട്ട് ചെയ്തത്. ഇന്ന് അവരുടെ പേര് പോലും ഓർക്കുന്നില്ല. ഇതൊരു ചരിത്ര സംഭവമാണ്. അത് തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഓക്കെ സാർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ലോകവും എഴുത്തും മാറിയ നാളുകൾ എന്ന വിഷയത്തെ അധികരിച്ച് ശ്രീ NS മാധവൻ, ശ്രീ S ഹരീഷ് നമ്മോട് സംവദിച്ചു. കേരള നിയമസഭയുടെ സ്നേഹാദരവ് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി കൃഷ്ണകുമാർ സാർ അവർക്ക് സമ്മാനിക്കുകയാണ്. നിയമസഭയുടെ ആദരം ശ്രീ NS മാധവൻ സാറിനും ശ്രീ S ഹരീഷും അവർക്കും കേരള നിയമസഭയുടെ ആദരവ് ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി കൃഷ്ണകുമാർ സാർ നൽകുന്നു.